ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് അരി വറുത്തത് തയ്യാറാക്കാം. ഇതെൻ്റെ അമ്മ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് അരി വറുത്തത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അരി വറുത്തത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മട്ട റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ്. ഇതിന് പകരം നിങ്ങൾ വെള്ള അരി ഉപയോഗിക്കരുത്, ചുവന്നത് തന്നെ വേണം. ഇതാദ്യം നമുക്ക് 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം. അരി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വെള്ളം തോർന്നു പോകാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. കുറച്ചൊന്ന് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ പോയിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടും. ചെറുതായിട്ട് ഈർപ്പം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഒത്തിരി വെള്ളമുണ്ട്, അതങ്ങ് പോയാൽ മതി. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെച്ചേക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് കണ്ടോ, വെള്ളമൊക്കെ പോയിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ചെറിയൊരു ഈർപ്പമുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ അരി ഇനി നമുക്ക് വറുത്തെടുക്കാം. അരി വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വറുക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കരുത്, കാരണം അതിൻ്റെ ആ നോൺ സ്റ്റിക്ക് കോട്ടിങ്ങിൽ പോറൽ വീഴും. അപ്പോൾ ഒന്നുകിൽ ഇതുപോലത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഇതിന് ഈ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെ നിറം മാറിയിട്ട് നല്ലൊരു ബ്രൗൺ നിറമാവണം, കരിഞ്ഞു പോകാതെ നോക്കണം. പിന്നെ അരി ഇങ്ങനെ പൊട്ടുന്ന ഒച്ച കേൾക്കാം. കുറച്ച് നേരം ഒന്ന് വറുക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് അരി പൊട്ടാൻ തുടങ്ങും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്യരുത്. ഇത് നന്നായിട്ട് നിറം മാറി വരണം. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും ഇത് ഇങ്ങനെ വറുത്തെടുക്കാൻ. തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക, എന്നാൽ മാത്രമേ എല്ലാ അരിയും ഒരുപോലെ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതിങ്ങനെ വറുത്തെടുക്കാം. ഇപ്പോൾ അരിയുടെ ഈർപ്പമൊക്കെ മാറിയിട്ട് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും വറുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ തീ ഓഫ് ചെയ്യരുത്. ഇപ്പോൾ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. മൂത്ത ഒരു മണം വരുന്നുണ്ട്, അതുപോലെ നിറം നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റി വേറൊരു ബൗളിലിട്ട് വെക്കണം. ഈ പാനിലിരുന്നിട്ട് കൂടുതൽ മൂത്ത് പോകരുത്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ പൊടിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ടത് പൊടിഞ്ഞ് കിട്ടില്ല. നല്ല കട്ടിയുള്ള അരിയല്ലേ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം, ചെറുതായിട്ടൊന്ന് ചൂട് മാറട്ടെ. ഇപ്പോൾ അരി ഞാൻ വേറൊരു ബൗളിൽ മാറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോഴും ഇതിന് ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം. എപ്പോഴും ചെറിയ ജാർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചെറിയ ജാറാകുമ്പോൾ പൊടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇത് ഏകദേശം ഒരു അവലോസ് പൊടിയുടെ പരുവത്തിനാണ് പൊടിക്കേണ്ടത്. ചെറുതായിട്ട് തരി ഉണ്ടാവും, അല്ലാതെ ഒത്തിരി അങ്ങ് പൗഡർ ആവേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരുപാട് വലിയ പീസ് കിടക്കുകയും ചെയ്യരുത്. വലിയ പീസുകൾ കിടന്നാൽ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം മട്ട റൈസ് ആയതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് വേറൊരു ബൗളിൽ ഇട്ട് വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ എടുക്കുന്ന ബൗളുണ്ടല്ലോ, അതിലൊട്ടും ഈർപ്പം ഉണ്ടാവരുത്, കാരണം കുറേ നാൾ നമുക്ക് ഈ അരിപ്പൊടി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈർപ്പം ഉണ്ടായിരുന്നാൽ പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മിക്സിയുടെ ജാറിലും ഒട്ടും തന്നെ ഈർപ്പം ഇല്ലാതിരിക്കാൻ നോക്കണം. അപ്പോൾ ഞാനിതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിന് എടുത്തിട്ട് ഇതിനകത്ത് തേങ്ങയും ശർക്കരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒട്ടും ഈർപ്പമില്ലാത്ത ഒരു ബൗളിലിട്ടിട്ട് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനുള്ള സമയത്ത് ഇതിനകത്തുനിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് തേങ്ങയും ശർക്കരയും ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് കാണിക്കാം. ഞാനൊരു 1/2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് തേങ്ങയും ശർക്കരയും ചേർക്കാം. തേങ്ങയുടെയും ശർക്കരയുടെയും അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. കൃത്യമായിട്ട് ഇത്ര അളവെന്നൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു ചെറിയ പിടി തേങ്ങയാണ് ചേർക്കാൻ പോകുന്നത്. തേങ്ങ ഒരുപാട് കൂടാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഒരു ചെറിയ പിടി ചേർക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂണേ വരുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ശർക്കര ചേർക്കാം. ചെറുതായിട്ട് ചുരണ്ടി ചേർക്കണം. ശർക്കരയും നമ്മൾ തേങ്ങ ചേർത്ത പോലെ തന്നെ എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. ഇതിന് കുറച്ച് മധുരം ഉള്ളതാണ് നല്ലത്. പിന്നെ ഈ ശർക്കരയിലിപ്പം പൊടിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ചുരണ്ടി ചേർക്കുവാണ്. നിങ്ങൾക്ക് പൊടി ഉണ്ടാവുമെന്ന് സംശയം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ ശർക്കര ചേർക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള നല്ല ടേസ്റ്റ് വരുന്നത്.
നമ്മൾ ഈ ആവൽ നനച്ചതൊക്കെ തയ്യാറാക്കുമ്പോഴും ശർക്കര ഇതുപോലെ നേരിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് ചെറുതായിട്ട് ചുരണ്ടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ ചെയ്യണം. ഇങ്ങനെ ഞെരടി തന്നെ ചെയ്യുക. എല്ലാം കൂടി തേങ്ങയും ശർക്കരയും അരിപ്പൊടിയും കൂടി ഒരുമിച്ചാവുന്നത് വരെ നല്ലോണം ഞെരടി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം നമ്മളിതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന് നല്ലൊരു മണം വരും. പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിനായിട്ട് ശരിക്കും വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ അമ്മ ചെയ്യുമ്പോൾ ഇത് മൂന്നും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ടേസ്റ്റാണ് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് നോക്കാം. അങ്ങനെ ഒരു ഫ്ലേവറും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഇത് കുറച്ച് ഹെവിയാണ്, മനസ്സിലായോ? നമ്മൾ അവലോസുപൊടിയൊക്കെ കഴിക്കുന്ന പോലെ പെട്ടെന്ന് വയറ് നിറയുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആവശ്യമില്ല, കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ നല്ല സാധനമാണ്, നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. നല്ലൊരു മണം വരുന്നുണ്ട്. അരി വറുത്തത് റെഡിയാണ്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ 2-3 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോവാതെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ വറുക്കുക. പിന്നെ ഇത് പൊടിക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ പീസസ് കിടക്കരുത്. ഒരു അവലോസ് പൊടിയുടെ പരുവത്തിന് പൊടിച്ചെടുക്കണം. പിന്നെ ഇത് സൂക്ഷിച്ച് വെക്കുന്നത് ഒട്ടും ഈർപ്പം ഇല്ലാത്ത പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കുക. അതുപോലെ അവസാനം നമ്മൾ മിക്സ് ചെയ്യുന്നത് കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ എല്ലാം കൂടി നല്ലതായിട്ട് മിക്സായിട്ട് നല്ലൊരു മണവും ഒരു ടേസ്റ്റും വരത്തുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.